ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. എന്ന് വെച്ചാൽ കാപ്രിക്കോൺ സൺ സൈൻ, കാപ്രിക്കോൺ മൂൺ സൈൻ, കാപ്രിക്കോൺ അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ്. നിങ്ങളൊരു കാപ്രിക്കോണിൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾക്കും ഈ റീഡിംഗ് കാണാം. അപ്പോൾ ഇത് സൺ മൂൺ അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് അല്ല, ഒരു ഹാൻഡിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അത് സ്ക്രീനിലുമുണ്ട്. നിങ്ങൾക്ക് വെച്ചാൽ അവിടെ DM ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ. അതല്ലാണ്ട് ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മന്ത്ലി മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ എന്താണ് ഓവറോൾ തീം ഈ മാസം ഓഗസ്റ്റിൽ നിങ്ങളുടെ തീം, നിങ്ങളുടെ ഫോക്കസ് മാരേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് വെച്ചാൽ അവരുടെ മാരേജിലായിരിക്കാം നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. ഇല്ല വെച്ചാൽ എന്തോ മാരേജ് റിലേറ്റഡ് കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത് ഈ മാസം. മറ്റേ കാർഡ്സ് വേറെ എന്താണ് മെസ്സേജസ് വരണതെന്ന് നമ്മൾക്ക് നോക്കാം. വേറെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിന് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ്? ട്രീ വന്നിട്ടുണ്ട്. അഫെയർസ് വിത്ത് യുവർ ഫാമിലി. ഓക്കെ, അപ്പോൾ ആദ്യം ഫാമിലി, മാരേജ്, അതൊക്കെയാണ് തീം നിങ്ങളുടെ ഈ മാസം. ഷാർക്ക് ഉണ്ട്. ടേക്ക് കെയർ, ദർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്ത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് സൂക്ഷിക്കണം. എന്തോ ഒരു ലോസ് കാണാണ്ട് ഇവിടെ. ക്ലോ ഉണ്ട്. ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്സ്. അപ്പോൾ റിസ്ക്സ് ഒന്നും എടുക്കാൻ പാടില്ല. എസ്പെഷ്യലി ഇവിടെ ഫിനാൻഷ്യൽ ലോസ് കാണുന്നുണ്ട് വെച്ചാൽ മെറ്റീരിയൽ ലോസാണ് പറഞ്ഞാൽ. എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും വിട്ട് വന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂബിൾ സാധനങ്ങളൊക്കെ മറന്നു വന്നു, അങ്ങനെയും ആവാം. അപ്പോൾ സൂക്ഷിക്കുക, റിസ്ക് ഒന്നും എടുക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യണത് പൈസ സൂക്ഷിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. ഓൾഡർ മാൻ എഴുതിയിട്ട് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടാരോ മെസ്സേജസിൽ എന്താ പറയണതെന്ന് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഏസ് ഓഫ് കപ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ ഹയറോഫാൻറ്റ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് 10 ഓഫ് കപ്സ്. Challenge, Knight of Cups. Advice, 8 of Cups. Hidden Factor, 6 of Pentacles. Outcome നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ ഞാൻ കാണുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ നിങ്ങൾ കുറേ കരിയർ ഫോക്കസ്ഡ് ആണ്. അത്ര സമയമില്ല. മേ ബി കരിയർ വൈസ് കുറേ കാര്യങ്ങൾ
നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയമില്ല റിലേഷൻഷിപ്സിനൊക്കെ വേണ്ടിയിട്ട്, സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ട് അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? ടെമ്പറൻസ്. അപ്പോൾ ഈ മാസം യൂണിവേഴ്സും നിങ്ങളോട് ബാലൻസ് ചെയ്യാനാണ് പറയണത്. എല്ലാം കൂടിയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ കരിയർ. 2 ഓഫ് സോഡ്സ്, എന്തോ ഒരു ഡിസിഷൻ എടുക്കാനുണ്ടാവും നിങ്ങൾക്ക്. ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഈ ഡിസിഷൻ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. 2 ഓഫ് സോഡ്സ്, എംപ്രസ്. അപ്പോൾ ഒരു വേറെ പേഴ്സണെ കുറിച്ചായിരിക്കും ഈ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ മേ ബി ബിസിനസ് റിലേറ്റഡ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും കരിയർ റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാവും എടുക്കാൻ. അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ കാണാണ്ട്. എംപ്രസ് ആക്ച്വലി ഒരു പ്രഗ്നൻസിയുടെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ പ്രഗ്നൻ്റ് ആവാൻ പറഞ്ഞ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കേണ്ട വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡിൽ വെച്ചാൽ വൈഫിൻ്റെ കൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനെ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് എനിക്കിത് വേണോ വേണ്ടേ. അപ്പോൾ ഇത് എന്തും വേണ്ടാവാം ഈ കൺഫ്യൂഷൻ. പക്ഷെ നമ്മൾക്ക് നോക്കാം ബാക്കിയുള്ള കാർഡ്സ് എന്താണെന്ന്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ കാണുന്നത്. പാസ്റ്റിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്, ഒരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു അക്വേറിയസ് എനർജി കാണാണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മേ ബി ഇവിടെ ഒരു കൺഫെസ് ചെയ്യാനായിരിക്കും വരുന്നുണ്ടാവുക. ഓർ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. 10 ഓഫ് വാൻഡ്സ്. ഓർ ഇത് ഏതോ ഒരു പറഞ്ഞാൽ നിങ്ങളും ഈ പേഴ്സൻ്റെ അടുക്ക് എന്തോ ഒരു ഡിസ്കണക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറേ സമയം വേറെ ഒരു നോ കോൺടാക്റ്റിലായിരുന്നു. ആൻഡ് സഡൻലി ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ഇതോടെ നിങ്ങളുടെ ഈ നോ കോൺടാക്റ്റ് തീർന്നു. പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇത്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതും തീർന്നു ഇവിടെ പാസ്റ്റിൽ. 10 ഓഫ് വാൻഡ്സ്, നിങ്ങൾ എന്തോ ഒരു ബാഗേജ് റിലീസ് ചെയ്ത് മുമ്പോട്ട് പോണു. അതാണ് ഞാൻ കാണുന്നത്. ഹൈറോഫാണ്ട് ഇവിടെ കറണ്ട് എനർജിയിലാണ്. ഹൈറോഫാണ്ട് ഒരു മാരേജിൻ്റെ എനർജിയാണ്, ഇല്ല വെച്ചാൽ സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്, റിലീജിയസ് എനർജിയാണ്. എന്താണ് ഈ ഹൈറോഫാണ്ട് ഇവിടെ? 7 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ മാരേജിൽ എന്തോ ഒരു കാര്യം, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ ഇപ്പോൾ പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എന്തോ ഒളിപ്പിച്ചുണ്ടാവും, ഇല്ല വെച്ചാൽ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ സീക്രറ്റ്സ് ഉണ്ട് വെച്ചാൽ എല്ലാം പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ ആക്ച്വലി സമയത്തിൻ്റെ എനർജിയാണ്. എന്തോ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് മാരേജ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാം. ഇവിടെ എന്തോ പുറത്ത് വരുന്നുണ്ട്, എന്തോ ഒരു സീക്രട്ട് പുറത്ത് വരുന്നുണ്ട്. അതോടെ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ്ങും ഉണ്ട്. നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണോ ഇവിടെ. പക്ഷേ ഫ്യൂച്ചറിൽ 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ എന്താണ് ഈ 10 ഓഫ് കപ്സ് കാണുന്നത്? ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ റിലീസ് ചെയ്യണു, ഒരു പാസ്റ്റിനെ റിലീസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ നോക്കണു, ഇല്ല വെച്ചാൽ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. പക്ഷെ നിങ്ങൾക്ക് കുറേ വിഷമമുണ്ട്. പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫ് എന്തായാലും ഒരു നല്ല ലൈഫായിരുന്നു, കുറേ ഹാപ്പി മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണു. ഇവിടെ എന്തോ ഒരു പുതിയ സെലിബ്രേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും ഫ്യൂച്ചറിൽ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് എനർജിയാണ്. ഇതാണ് നിങ്ങൾക്ക് ചാലഞ്ച് ഈ മാസം. ഈ മാസം മേ ബി നിങ്ങൾക്ക് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്, പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതൊരു ചാലഞ്ചായി തോന്നുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ റെഡിയല്ല. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിനെ മിസ് ചെയ്യണു, ഇപ്പോൾ പാസ്റ്റ് പേഴ്സണെ ഓർക്കണു. അപ്പോൾ ആ പേഴ്സണെ മറക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. 8 ഓഫ് കപ്സ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. നിങ്ങൾ ഒരു സിറ്റുവേഷനെ വിട്ടിട്ട് മുമ്പോട്ട് പോകണു. അതാണ് അഡ്വൈസുമായിട്ട് വരണേ. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ എന്തോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിരിക്കണു, ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ സമയമായിരിക്കണു. കിങ് ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ് ചെയ്തിട്ട് ഡിപ്ലോമാറ്റിക്കലി ഒരു പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലാണ് ഈ സമയത്ത്.
പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ പറയണു. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? 4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, സ്റ്റാർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ഒരു റിസർവ്ഡ് എനർജിയിലാണ് ഈ മാസം. പക്ഷേ ഏതോ ഒരു പേഴ്സൺ, മേ ബി നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും ഈ മാസം ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ. ഞാനിവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. ചിലവർ ഈ മാസം ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഡിവോഴ്സ് കേസ് ഈ മാസം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു കാർമിക് ജസ്റ്റിസ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കർമ്മ നിങ്ങളുടെ സൈഡിലാണ്. ഔട്ട്കം നിങ്ങൾക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ ഒരു ഇംബാലൻസ് കാണാണ്ട് ഞാനൊരു ഇംബാലൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. 3 ഓഫ് വോൺസ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിലേക്ക് നിങ്ങൾ പോണു. ഇവിടെ ഒരു റിജക്റ്റഡ് ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഫിനാൻഷ്യലിയും കുറച്ചൊരു ലോസ് ഉണ്ടാവും. നിങ്ങൾ കുറേ ലോ ആയി ഫീൽ ചെയ്യണു. പക്ഷേ അതുണ്ടായാലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സക്സസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോസ് ഉണ്ടായാലും നിങ്ങളത് റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി അല്ല അത്ര ലോസ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ഇമോഷണൽ ലോസാണ്. നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. ആരും ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണ് ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാൽ അതും ഒരു വിഷമാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതും ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു പേഴ്സണിനെ പറഞ്ഞാൽ ഒരു പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആണോ അതല്ല വെച്ചാൽ ഒരു നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ മാരേജിലാണോ ഇതുണ്ടാവണത് ആൻഡ് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടാവും. അങ്ങനെയും ആവാം. ഓക്കെ, രണ്ടും ഒരുമിച്ചും ആവാം. നിങ്ങൾ മേ ബി വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും മാരീഡ് ഉള്ളത്, പക്ഷേ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാരേജിനെ എൻഡ് ചെയ്തിട്ടായിരിക്കും പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയും ആവാം. അപ്പോൾ ഇതെല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരു സ്റ്റോറി പറയാൻ ഡിഫിക്കൾട്ടാണ് ഇവിടെ. പക്ഷേ ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോറി ഏകദേശം വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് കൺഫേം ചെയ്യാം എന്താണ് ഇവിടെ ഔട്ട്കം എന്ന്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.